11 മാസമാണ് കുറി. ഓരോ മാസവും നമുക്ക് ഇഷ്ടമുള്ള തുക വയ്ക്കാം. 11 മാസം കഴിഞ്ഞാൽ എത്ര തുകയാണോ അടച്ചത് അതിനുള്ള സ്വർണം എടുക്കാം. ആ സ്വർണം അന്ന് എത്രയാണോ റേറ്റ്, ആ റേറ്റിനുള്ള സ്വർണം എടുക്കാം. ഇതിനുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ അതിനുള്ള പണിക്കൂലി കൊടുക്കേണ്ടതില്ല എന്നത് മാത്രമാണ് ബെനിഫിറ്റ് എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുറിയിലേക്ക് പങ്കുചേരാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇവിടെ കുറി എന്നതിനേക്കാൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ കൊടുക്കുന്നത് പണമാണ്, തിരിച്ചു ലഭിക്കുന്നത് വസ്തുവുമാണ്. ഒരു വസ്തു, സ്വർണം എന്നതിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല, ഒരു വസ്തുവുമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അത് കച്ചവടമാണ്. പണം കൊടുത്ത് പണത്തിനു പകരം വസ്തുവായിക്കൊണ്ടോ അതല്ലെങ്കിൽ ഉപകാരമായിക്കൊണ്ടോ മറ്റെന്തെങ്കിലും ആണ് വാങ്ങുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് കച്ചവടത്തിലാണ് വരിക. അതിനി എന്ത് പേരിട്ടാലും ശരി, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, അതിനെന്ത് പേരിട്ടാലും ശരി അത് കച്ചവടത്തിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ കച്ചവടം എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ സ്വർണം, വെള്ളി, കറൻസി പോലെയുള്ള വസ്തുക്കൾ നാണയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായിക്കൊണ്ടാണ് ഇസ്ലാമിക ലോകം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടവുമായി പറഞ്ഞ നിബന്ധനകൾ ഇവിടെ ശരിയായി വരുന്നുണ്ടോ എന്നത് പഠിക്കൽ അനിവാര്യമാണ്. അത് അതിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പോൾ സ്വർണത്തിനെ കച്ചവടം ചെയ്യുന്ന സമയത്ത് സ്വർണം കറൻസിയുമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ അതിനൊരു നിബന്ധന നിർബന്ധമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് യദംബിയതായിരിക്കണം എന്നാണ്. യദംബിയത് എന്ന് പറഞ്ഞാൽ റൊക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 രൂപയുണ്ടെങ്കിൽ എനിക്ക് ജ്വല്ലറി പോയിട്ട് 10 രൂപയുടെ സ്വർണം വാങ്ങാം. 11 രൂപയുടെ വാങ്ങാൻ പറ്റില്ല. 11 രൂപയുടെ അത് വാങ്ങി 10 രൂപ കൊടുത്ത് 1 രൂപ നാളെ തരാമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കച്ചവട നിയമപ്രകാരം അത് അനുവദനീയമല്ല. കാരണം യദംബിയതാകുക എന്നുള്ളത് സ്വർണ്ണ കച്ചവടത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അത് ഇവിടെ എന്തുകൊണ്ടാണ് യദംബിയത് പിന്നെ ആകേണ്ടതെന്ന് പറയുമ്പോൾ, ഒന്ന് സ്വർണ്ണമാണ്, ഇങ്ങേപ്പുറത്തുള്ള കറൻസിയാണ്, രണ്ടും നാണയ വ്യവസ്ഥയിൽപ്പെട്ടതാണ്, രണ്ട് രൂപങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരാളിപ്പോൾ 10 മാസത്തെ കുറിയാണെന്ന് വിചാരിക്കുക, 10 മാസം മുമ്പ് തന്നെ എന്തായി തുടങ്ങിയിട്ടുണ്ട്, ഈ വസ്തു വാങ്ങാൻ ആവശ്യമായ ധനം ഈ വസ്തു ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് മുതൽ ഇത് കൊടുക്കാൻ തുടങ്ങിയോ, ആ കൊടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഈ സ്വർണം വാങ്ങുന്ന സമയം വരേക്കുള്ള സമയത്തെ റിബൻ നസിഅ, കാലതാമസത്തിൽ വരുന്ന പലിശയുടെ ഗണത്തിലാണ് അത് ഉൾപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് കൊടുത്ത് സ്വർണം ലഭിക്കുന്ന അവസ്ഥയില്ലാത്തത് കൊണ്ട് തന്നെ അത് ആ രൂപത്തിൽ ചെയ്യാതിരിക്കലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും അല്പാൽപമായിക്കൊണ്ട് പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഒന്നിച്ച് എടുക്കാമെന്ന് പറയുമ്പോൾ ഒരു സഹായമുണ്ടല്ലോ അതിൽ എന്നുള്ള നിലക്കൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിശ്വസ്തരായ ഏതെങ്കിലും വ്യക്തികളെ ഈ പണം ഏൽപ്പിക്കല്ലോ. ഈ സ്വർണ്ണപ്പീഡിയക്കാരനെ തന്നെ ഏൽപ്പിക്കണം നിർബന്ധമല്ല. അങ്ങനെ ഈ പറഞ്ഞ മാസം കൊണ്ട് എത്രയാണോ നമുക്ക് പണമായി കിട്ടുന്നത് ആ പണം നമ്മൾ വാങ്ങണം, അതിന് സ്വർണം വാങ്ങണം. അപ്പോൾ ആകെ ഒരു പ്രശ്നം വരുന്ന ഒരു പണിക്കൂലിൻ്റെ വിഷയം മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇടപാടുകൾ സമ്പൂർണ്ണമായും ഇസ്ലാമികമാവുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെ ലാഭം ലഭിക്കുന്നു അതല്ലെങ്കിൽ എവിടെ ആശ്വാസം ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ അത് പരലോകത്തേക്ക് ലാഭവും പരലോകത്തേക്ക് ആശ്വാസവുമാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കെണികളിലൊന്നും നമ്മൾ അകപ്പെടുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുറികൾ അഥവാ സ്വർണം പിന്നീട് ലഭിക്കുന്ന രൂപത്തിൽ പണം മുൻകൂട്ടി അടക്കുന്ന കുറികൾ, ഈ കുറികളൊക്കെ ഹറാമിൻ്റെ ഗണത്തിൽ മാത്രമാണ് വരിക. അതിൽ ഹലാലായ ഒരവസ്ഥ പോലും ഇല്ല എന്നതാണ് പണ്ഡിത ഫത്വകളിൽ നിന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നുമൊക്കെ ഏറ്റവും ശരിയായ അഭിപ്രായമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.